ഹായ് ഗൈസ്, നമ്മൾ കുറച്ച് നാളായി നമ്മുടെ വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാനായിട്ട് ഇത്ര ലേറ്റ് ആയത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഊട്ടി ട്രിപ്പിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. നമ്മുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഹിമവത് ഗോപാലസ്വാമി ബേട്ട. പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും ഇവിടേക്ക് കയറ്റി വരത്തില്ല. നമുക്ക് ഇവിടുന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വേണം അങ്ങോട്ട് പോകാനായിട്ട്. അതിന് ബസ്സിൽ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തു. 70 രൂപയാണ് ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് റേറ്റ് വരുന്നത്. നിങ്ങൾ ഈ ക്ലൈമറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമുക്ക് ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല. നമ്മൾ നിന്നാണ് പോയത്. ബസ് കയറുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കിയാൽ കാടൊക്കെ ഫുള്ളായിട്ട് കാണാം. ഈ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് നോക്കിയാൽ നീലഗിരി കാടുകളും ബന്ദിപ്പൂർ വനവും മുഴുവനും കാണാം. കാട്ടാനയും കാട്ടുമൃഗങ്ങളും സ്പോട്ട് ചെയ്യാനും നമുക്ക് പറ്റും. കടലിൽ നിന്നും ഏകദേശം 1450 മീറ്റർ ഉയരത്തിലാണ് ഈ മലയുള്ളത്. ഇവിടെ പ്രശസ്തമായിട്ടുള്ള ഈ ടെമ്പിളും ഉണ്ട്. ടെമ്പിളാണ് നമ്മുടെ ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ മുഖ്യ ദേവൻ ശ്രീകൃഷ്ണനാണ് കേട്ടോ. മലയുടെ മുകളിലാകുമ്പോൾ വർഷം മുഴുവൻ മൂടിക്കെട്ടിയ മഞ്ഞുണ്ടാകുന്നതുകൊണ്ടാണ് ഹിമവത് എന്ന് വിളിക്കുന്നത്. വർഷം മുഴുവനും മൂടൽമഞ്ഞും തണുത്ത കാറ്റും ആയിരിക്കും. ഇവിടുത്തെ ഈ ക്ലൈമറ്റ് അത് ഒരു വല്ലാത്ത ഫീല് തന്നെയാണ്. നമ്മുടെ വിജയുടെ സച്ചിൻ സിനിമയിലെ ഞാൻ ഇതേപോലത്തെ ഒരു ക്ലൈമറ്റ് കണ്ടിട്ടുള്ളൂ. ചെറിയ മഴ, മൂടൽമഞ്ഞ്, നല്ല കാറ്റ്. നമ്മൾ താഴെ നിന്നും ബസ് കയറി വന്നപ്പോൾ അമ്പലത്തിൽ നിന്നും തിരിച്ചെത്തിയ പലരും നനഞ്ഞു വരുന്നതാണ് കണ്ടത്. അപ്പം നമ്മൾ ഓർത്തത് ഇവിടെ വല്ല കുളവും കാടും കുളത്തിലിറങ്ങിയതായിരിക്കുമെന്ന്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഞാൻ നിങ്ങളോട് നേരത്തെ ബസ്സിൽ കയറുന്നതിന് മുമ്പ് ക്ലൈമറ്റ് നോട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ? അവിടെ ഫുൾ വെയിലായിരുന്നു. ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്ന് നോക്കിക്കേ. നമുക്ക് ഇവിടെ നിന്നും തിരിച്ചു പോകുന്നതിനും ബസ് കയറാൻ നമ്മൾ ക്യൂ നിന്നിട്ടാണ് ഈ ബസ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോകുന്ന വഴി നമ്മൾ ആ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കിക്കേ. ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലോട്ട് പോകുന്ന വഴി നമ്മൾ റോഡിൻ്റെ 2 സൈഡിലും നിറച്ച് പാടങ്ങളാണ് കേട്ടോ. ജമന്തി പൂവും സൂര്യകാന്തി പൂവിൻ്റെ ഒക്കെ പാടങ്ങളുണ്ട് നിറച്ച്. നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പോരുന്ന വഴി ജമന്തി പാടത്തും സൂര്യകാന്തി പാടത്തും ഒക്കെ കയറി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്.